ട്രിവാൻഡ്രത്ത് 4 സെന്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ ഒരു 3 ബെഡ്റൂം, ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമുള്ള ഈ ഒരു വീട് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ താല്പര്യമുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം വെഴവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താനായിട്ട് 2 ആക്സസ് ഉണ്ട്. ഒന്ന് തിരുമല വഴി നമുക്ക് വരാം, ഒന്ന് പാപ്പനംകോട് വഴിയും വരാം. രണ്ടും നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു വീട് 10 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ലൊക്കേഷനിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. ഇപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 സെൻറ്റാണ്, 1650 സ്ക്വയർ ഫീറ്റ് ആണ്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് 2 ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം, അങ്ങനെയാണ് ഈ ഒരു വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 350 മീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷനിൽ എത്താൻ പറ്റും. കാറൊക്കെ സുഖമായിട്ട് വരാൻ വേണ്ടിയുള്ള റോഡെല്ലാം നമുക്ക് ഈ ഒരു വീടിന് ആക്സസ് ഉള്ളതാണ്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് നമുക്ക് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഫ്രണ്ട് തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 2 കാർ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കൂടാതെ ഈ വീട്ടിന് നമുക്ക് പൈപ്പും ബോർവെല്ലുമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അകത്തോട്ട് പ്രവേശിച്ച് കാണാം. അപ്പോൾ ഇവിടെ ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ നമുക്കിവിടെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 8x4 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇത്രയും വൈഡായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് വരുന്നത്. തറയിൽ നമുക്ക് ഗ്രാനൈറ്റും ടൈലും ഇതാണ് വരുന്നത്. പിന്നെ സൈഡിൽ നമുക്കിവിടെ വാൾ ടൈൽ ഇതാ യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു വുഡൻ തീമിലുള്ള ഒരു വാൾ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്കിവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഫ്രണ്ട് എൻട്രൻസ് മെയിൻ ഡോർ വരുന്നത്. ഇത് ഫുള്ളും തന്നെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ ഈ ഒരു ഡോറ് നമുക്ക് കട്ടളയുള്ള ടൈപ്പാണ്. കണ്ടോ, തറയിലൂടെ കട്ടള വരുന്ന ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇനി അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാണാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് ഒരു വലിയൊരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് നമുക്ക് ഒരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. 22x14 ഡയമെൻഷൻ. കൂടാതെ നമുക്ക് മുകളിൽ നോക്കിയാൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് ഇതാ സീലിങ്ങിലേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ട് ഇപ്പുറത്തത് ഇവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. കണ്ടോ, ഫുള്ള് ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് TV യൂണിറ്റ് വരുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഭാഗത്ത് വരുന്നത് നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ചൊരു ബോർഡ് വർക്കിലാണ് ഇവിടെ ഈ ഒരു സംഭവം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ വാഷിംഗ് ഏരിയ കാണാം. അതായത് ഈ ഭാഗത്ത് നമ്മൾ മുകളിലോട്ട് കയറുന്ന സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു വാഷിംഗ് ഏരിയ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ വാഷിംഗ് ഏരിയ വരുന്നത്. ഒരു മിററും ഒരു സിങ്കൊക്കെ വരുന്നുണ്ട്. താഴെ ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വാഷിംഗ് ഏരിയ ഇവിടെ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. കൂടാതെ ഈ ഭാഗത്താണ് നമുക്കൊരു ഓപ്പൺ കിച്ചൺ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. നമുക്കിത് ഫുള്ളും തന്നെ നമുക്ക് PVC പാനലിലാണ് നമുക്ക് ഈ ഒരു പോർഷൻ ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കിച്ചണിൽ നമുക്ക് തറയിൽ ഫുള്ളും നമുക്ക് ഗ്രിപ്പിംഗ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇത് ഫുള്ളും തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് ടൈപ്പ് നമുക്ക് കബോർഡ്സുകളും വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു ഇലക്ട്രിക് ചിമ്മിനി ഇതായി ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സിങ്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമുക്കിവിടെ സിങ്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. നമുക്കിതിൻ്റെ തൊട്ട് പിറകിൽ നമുക്ക് സ്ഥലമുണ്ട്. കണ്ടോ, നമ്മൾ കിച്ചൻ്റെ പുറകുള്ള ബാക്ക് സൈഡ് നല്ല സ്ഥലമുണ്ട്. അവിടെ നനകല്ലൊക്കെ ചെയ്തിട്ടുണ്ട്. അതവിടെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ വേണമെങ്കിൽ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോൾ തറ ഫുള്ള് നമ്മൾ നീറ്റായിട്ട് കിടപ്പുണ്ട്. കണ്ടോ, മണ്ണൊന്നുമില്ല, ഫുള്ള് സിമെൻറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു കിച്ചൻ്റെ ഇവിടെ നോക്കിയാൽ നമുക്ക് കണ്ടോ പുറത്തോട്ട് മലയൊക്കെ കാണാൻ പറ്റും. നല്ല വ്യൂ ആണ്, നല്ല കാറ്റും ഉണ്ട്. നമുക്ക് ഇവിടേക്ക് നിന്ന് നല്ല കാറ്റ് വരുന്നുണ്ട്. നല്ല ഒരു ഏരിയയാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. ഒരു ബെഡ്റൂം നമ്മൾ ഈ കയറി വരുന്ന ഈ ഭാഗത്തും ഒരു ബെഡ്റൂം നമുക്ക് ഇപ്പുറത്ത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 ഡോർ ടൈപ്പ് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു മിറർ വരുന്നുണ്ട്. അപ്പോൾ ഇത് മെറ്റീരിയൽ ഫുള്ളും അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഫുൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നോക്കിയാൽ കണ്ടോ ധാരാളം സ്റ്റോറേജ് സ്പേസ്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഡ്രസ്സൊക്കെ വയ്ക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ധാരാളം സ്പേസ് ഉള്ള ഒരു കബോർഡാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അകത്ത് നമുക്ക് ഗ്രിപ്പിംഗ് ടൈല് തറയെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിൽ അപ്പോൾ ബാക്കി വാൾ ടൈല് ഉണ്ടോ ഫുള്ള് മുകളിൽ വരെ കവർ ചെയ്യുന്ന രീതിക്കാണ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് വരെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഷവർ, ബാക്കി സിങ്ക്,
ബാക്കി നമുക്ക് ഇവിടെ മിറർ, സിങ്ക്, ബാക്കി എല്ലാ സംഭവവും ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആയിട്ട് എല്ലാ സംഭവവും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. അത് ഈ ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് സീലിംഗിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതായത് ഇവിടെ ആയിട്ട് ഒരു ബാത്റൂം വരുന്നുണ്ട്. നമ്മൾ അപ്പുറത്തെ കണ്ട സെയിം ടൈപ്പാണ്, 2 ഡോർ വരുന്ന ടൈപ്പാണ് ഇവിടെ സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെയാണ്. ഇപ്പോൾ സെയിം ഡിസൈൻ ഉള്ളതാണ് നമുക്ക് ഈ ഒരു ഡോറും വരുന്നത്. അപ്പോൾ അകത്തോട്ട് കയറി ബാക്കിയാണ്. അപ്പോൾ അത് സെയിം നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ടൈപ്പ് ടൈലിംഗ് ഒക്കെ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ മുകളിൽ സ്റ്റെയർ ചെയ്യുന്നതിൻ്റെ താഴ്ഭാഗമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് അവിടെ മിറർ, സിങ്ക്, ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഷവർ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കയറി കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറി നമുക്ക് ഇനി മുകളിലോട്ട് പോകാം. സൈഡിലത്തെ ഹാൻഡിൽസ് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. തറയിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കയറി വരുന്ന ഇതിൻ്റെ സൈഡ് പോർഷനിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഒരു പർഗോള രീതിക്ക് നമുക്ക് അവിടെ നിന്ന് ലൈറ്റിംഗ് കിട്ടുകയാണെങ്കിൽ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇത് ഗ്ലാസ് ഇട്ട് കവർഡ് ആണ്. അപ്പോൾ അവിടെ നിന്ന് പുറത്തുനിന്ന് ഒരു സംഭവം അകത്തോട്ട് വരത്തില്ല. നമുക്ക് അവിടെ നല്ല ലൈറ്റിങ്ങും ഈ ഒരു ഭാഗത്തു നിന്ന് കിട്ടാനും ഇടയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഒരു വലിയൊരു ലിവിങ് ഏരിയ കാണാൻ സാധിക്കും. കണ്ടോ, ഇത്രയും വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയ എവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് 22x16 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സീലിംഗിൽ കണ്ടോ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് 2 പോർഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ബെഡ്റൂം ഉള്ളത് ഈ ഭാഗത്താണ് ഒരു ബെഡ്റൂം ഉള്ളത്. അതിൻ്റെ അകത്തോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് വരുന്നത് 14x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ ഉണ്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൂടെ വരുന്നുണ്ട്. 2 വിൻഡോ, 2 ഭാഗത്ത് 2 വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. സെയിം നമ്മൾ ബാക്കിയുള്ള 2 ബെഡ്റൂമിലും കണ്ട അതേ ഒരു ടൈപ്പ് തന്നെ വാർഡ്രോബ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ സെയിം നമ്മൾ കണ്ട അതേ ഒരു ഡോർ തന്നെയാണ്. അപ്പോൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ ടൈലിങ് വ്യത്യാസം ഉണ്ട്. തറയിൽ ഗ്രിപ്പിൻ ടൈല് മാറിയിട്ടുണ്ട്. കൂടാതെ ഈ സൈഡിൽ വരുന്ന എല്ലാം വേറൊരു ടൈപ്പാണ് കണ്ട ടൈലിങ് കൊടുത്തിട്ടുള്ളത്. ഇത് ടോപ്പ് വരെ കണ്ട കവർ ചെയ്യുന്ന രീതിക്കാണ് വരുന്നത്. ഒരു എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതല്ല ബക്കി, മിറർ, സിങ്ക്, എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സും ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി കാണാം. ഈ ഭാഗത്ത് ഒരു ബാൽക്കണി വരുന്നുണ്ട്. ഈ ഒരു ബാൽക്കണി നമുക്ക് 8x4 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. നമുക്കിവിടെ ഈ വീട്ടിൽ എവിടെ ചെന്നാലും നല്ല കാറ്റ് കിട്ടുന്നുണ്ടോ, പുറത്തുനിന്ന് നല്ല കാറ്റ് ലഭിക്കുന്നുണ്ട്. അപ്പം ഇത് ആണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. സൈഡിൽ വുഡും നമുക്ക് സ്റ്റീലും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഹാൻഡിൽസ് വരുന്നത്. നമ്മൾ താഴെ കണ്ട അതേ ഒരു രീതിക്ക് തന്നെ ഇവിടെ 2 പോർഷനിൽ നമുക്ക് ഒരു വാൾ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന് നമുക്ക് ഈ പുറകു വശത്ത് ഈ ഭാഗത്തും ഒരു ബാൽക്കണി പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ചെറിയ ഫങ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട്. ഇത് കവർ ചെയ്തെടുത്താൽ നമുക്ക് ഇവിടെ തുണിയൊക്കെ ഇടാനൊക്കെ എളുപ്പമുണ്ട്. പിന്നെ കൂടാതെ നമുക്ക് ടെറസിൻ്റെ മുകളിൽ പോകാൻ വേണ്ടിയുള്ള സ്റ്റെയർ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ല വ്യൂ ഉണ്ട്. കണ്ടോ, അപ്പുറത്തോട്ടൊക്കെ നമുക്ക് വേറെ സ്ഥലങ്ങളിലെ കാഴ്ചയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെ നല്ല വ്യൂ ഉണ്ട്. വെറും 65 ലക്ഷമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ആസ്കിങ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്കപ്പം ഈ ഒരു വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണിനാണ് വീട് വാങ്ങിക്കാൻ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിനകത്തോ അല്ലെങ്കിൽ അതിന് പുറത്തോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തോ ആയാലും ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മളതിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീട് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോ. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും ബൈ.